അങ്ങനെ നമ്മുടെ കണാരനും വെസുമോളും കൂടി കല്യാണത്തിന് പോയിട്ട് എൻ്റെ പൊന്നു ചങ്ങാതി മുസ്ലിംസുകളുടെ കല്യാണമായിരുന്നു. ഈ കൊയിലാണ്ടി കിടക്കണ ഈ സെലിബ്രിറ്റിനെ വിളിച്ചിട്ട് കായംകുളത്ത് എത്തിച്ച് അവരുണ്ടല്ലോ. നമിച്ചു. എന്താണെന്നറിയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത്, എന്തുമാത്രം ആൾക്കാരായിരിക്കും അവിടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സെലിബ്രിറ്റി ചെന്നാൽ പുതിയില്ലേ അവര് കൂട്ടം കൂടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു സുഹൃത്തുക്കളെ. കല്യാണ ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്ത് വണ്ടിയിൽ ചെന്നിറങ്ങിയപ്പോൾ മുതൽ നിലത്തേക്കാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ക്യാമറ ഒന്ന് പൊക്കിയപ്പോൾ എന്താ കണ്ട കാഴ്ച എന്നറിയോ, അവിടെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാക്ക ഈ സാധനം മഞ്ഞ കണ്ട ഉടനെ എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്. ഈ വരുന്ന സാധനം ആരാണെന്ന് മനസ്സിലായ കാക്ക ഇങ്ങോട്ട് നിന്ന കാക്ക അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. സാധാരണ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് ഒരു സെലിബ്രിറ്റി ചെന്നാൽ എന്താ സംഭവിക്കുക, പുതിയില്ലേ ജനം, ചക്കപ്പഴത്തിൽ ഈച്ചാർക്കുന്ന പോലെ ആർക്കും. അങ്ങനെയാണ് കാണാറ്. നമ്മളൊക്കെ ഇത് കാണുന്നതാ, സിനിമാ നടന്മാർ വരുമ്പോൾ എങ്ങനെയാണോ ആൾക്കാർ കൂടുന്നത് അതൊക്കെ ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഒരുപാട് സെലിബ്രിറ്റികളെ ഞാൻ എല്ലാ ആഴ്ചയിലും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സെലിബ്രിറ്റിയുടെ ഗതികേടാണ് മക്കളെ ഞാൻ പറയുന്നത്. ഗതികേടെന്നാണ് പറയേണ്ടത്. കാര്യം എന്താണെന്നറിയോ, ഒരു സെലിബ്രിറ്റി ഒരു ഫംഗ്ഷന് ചെന്നിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് അടുത്ത് നിന്ന് നോക്കിയത് എന്താന്ന് പോലും എത്തിച്ചു നോക്കിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാമാർക്കുടെ കല്യാണമായിരുന്നു. എന്തിൻ്റെ കേടെടുത്തിട്ടാണാവോ ഈ കല്യാണ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വന്ന കാക്കാമാർ വരെ കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഒരു ഗതികേടാ. ഞാൻ ആ വീഡിയോ നോക്കുമ്പോൾ എനിക്ക് എന്നെ കരച്ചിൽ വന്നു പോയി എന്നുള്ളതാണ്. ആകെ വന്ന് മിണ്ടിയത് ആ കല്യാണം വിളിച്ചിട്ടുള്ള ആ വീട്ടിലെ ആൾക്കാർ മാത്രം. ലോക പ്രശസ്തിയായിട്ടുള്ള സെലിബ്രിറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല സുഹൃത്തുക്കളെ. ഒരു കല്യാണ വീട്ടിൽ ഒരു സെലിബ്രിറ്റി വന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, വന്നിരിക്കുന്നത് ഇന്ന സെലിബ്രിറ്റിയാണ്, എല്ലാവരും കൂടി ഓടിയാന്ന് അങ്ങോട്ട് പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു. നെവർ. ഒരു മനുഷ്യൻ പോലും കടന്നു വന്നില്ല ഒന്ന് ആശ്ലേഷിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സുഖവിവരെങ്കിലും അന്വേഷിക്കാൻ വന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തായിരുന്നു, ലോക പ്രശസ്ത സെലിബ്രിറ്റി ആയിരുന്നു. ഹിന്ദുക്കൾക്ക് വിവരമില്ലാത്ത പോലെയല്ല, കാക്കാമാർക്ക് കുറച്ചെങ്കിലും വിവരമുണ്ട്. ഇതാണ് ഇപ്പൊ സെലിബ്രിറ്റിയുടെ അവസ്ഥ. ഹിന്ദുക്കളിൽ കുറെ പെട്ടന്മാരും മുസ്ലിംസുകളിലും ഉണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ലൂസ് പിരിയുള്ള ആൾക്കാർ. അത്തരത്തിലുള്ള ആളുകളെ മാത്രമാണ് ഇവിടെ കോണ്ടാക്റ്റ് ഉള്ളൂ. നല്ല തലയ്ക്ക് വെളിവുള്ള വിവരമുള്ള ഒരു മനുഷ്യനും ഈ സാധനത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റൂല. അത് കഴിഞ്ഞ് ഇങ്ങടെ പോയേ പപ്പനാവന്റെ മണ്ണിലേക്ക്. പപ്പനാവന്റെ മണ്ണിൽ ചെന്ന് നിന്നിട്ട് എന്ത് ഉണ്ടായി, ഞാൻ പപ്പനാവനെ കണ്ടേ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുന്നു. ഹിന്ദുക്കൾ നെവർ മൈൻഡ്. പപ്പനാവന്റെ മണ്ണിൽ റൂട്ടിൽ വരെ ചെല്ലാനേ പറ്റുള്ളൂ. റൂട്ടിൽ ചെന്ന് നിന്നും കൊണ്ട് പട്ടി ഇങ്ങനെ ഓളിയിടില്ലേ, അതുപോലെ ഓളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചോളൂ, ധാരാളം കുറച്ചോളൂ, ഇനിയും കുറച്ചോളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ, അങ്ങോട്ട് കയറാൻ പറ്റൂല. പിന്നെ കൊടുങ്ങല്ലൂര് കയറിയിട്ടുണ്ടല്ലോ നടക്കെ, അതിനുള്ളത് വരും. വെയിറ്റ് മാടൂ. പിന്നെ വലിയൊരു സംഭവം ഉണ്ടായിട്ടോ. പപ്പനാവന്റെ മുമ്പിൽ വെച്ചിട്ടേ വലിയൊരു അത്ഭുത സംഭവം നടന്നു. എന്താണെന്നറിയോ, പൊട്ടു തൊട്ടപ്പോൾ ലേറ്റ് വന്നു സുഹൃത്തുക്കളെ. വല്ലാത്ത അത്ഭുതം. ഇന്നേ വരെ ഹിന്ദുക്കൾ കാണാത്ത വെളിച്ചവിടെ വന്നു. ഇലക്ട്രിസിറ്റിയുടെ കഴിവല്ല, KSBയുടെ കഴിവല്ല. പൊട്ടു തൊട്ടപ്പോൾ താത്ത പൊട്ടു തൊട്ടപ്പോഴാണ് പത്മനാഭന്റെ അവിടെ വെളിച്ചം വന്നത്. അത്ര വല്ലാത്ത ജാതി. സെലിബ്രേറ്റ് ചെല്ലുന്ന ദിവസം അന്ന് നടക്കാനിരുന്ന ലക്ഷദീപം മാറ്റിവെച്ചു. എന്നിട്ട് താത്ത പറയാണ്, വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഹിന്ദുക്കളെ നിങ്ങൾ കേട്ടോ, ഞാൻ ചെന്ന് നിന്ന് പത്മനാഭന്റെ റോട്ടിൽ നിന്ന് ഈ പൊട്ട അങ്ങോട്ട് വരച്ചപ്പോൾ എന്തുണ്ടായി, ലൈറ്റ് അങ്ങോട്ട് മിന്നി. ലൈറ്റ് മിന്നി പ്രകാശിച്ചു. അവിടെയൊക്കെ വെട്ടം വന്നു. ഹിന്ദുക്കൾ ഇതുവരെ വെട്ടം കണ്ടിട്ടില്ല. വല്ലാത്ത ജാതിയല്ലേ. അതേ സുഹൃത്തുക്കളെ, താത്തയുള്ള അമ്പലം മാത്രമാണ് എന്ത് പ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പൊ ഹിന്ദുക്കളൊന്നും ഇത്ര നാളും വിളക്ക് വെച്ചതോ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടതോ അവിടെ പ്രകാശം വന്നതോ ഒന്നുമല്ല, ഇരുട്ടായിരുന്നു മൊത്തം. ഹിന്ദു ക്ഷേത്രങ്ങൾ മൊത്തം ഇരുട്ടിൽ മൂടിക്കിടക്കുമ്പോൾ താത്ത ചെല്ലുമ്പോൾ മാത്രം അവിടെ വെളിച്ചം വരുന്നു. മഹാത്ഭുതം, ലോകമഹാത്ഭുതം, 1ാം ലോക മഹാത്ഭുതം. ഞാൻ അങ്ങോട്ട് കേട്ടിട്ട് കോരിത്തരിച്ചുപോയി.
വല്ലാണ്ട് കോരിത്തരിച്ചു പോയി. ഇപ്പോഴും എനിക്കിവിടെ കോരിത്തരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുളിര് മാറുന്നില്ല ഈശ്വര. അതേ രോമൊക്കെ എൻ്റെ എഴുന്നേറ്റ് വെക്കുന്നു. രോമം ഉണ്ടോടെ? ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, എഴുന്നേറ്റ് വെക്കുന്നു. എന്തല്ലേ, എന്തിനത്ഭുതം അവിടെ നടന്നിരിക്കുന്നത്. വേണമെങ്കിൽ 1-ാം ലോക മഹായുദ്ധം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് 1-ാം ലോക മഹാ അത്ഭുതം എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ താത്ത ചെല്ലുമ്പോൾ മാത്രമേ അവിടെ വെളിച്ചം വരുള്ളൂ. താത്തയുടെ പുതിയ കണ്ടുപിടുത്തം മണ്ടന്മാര് ഞങ്ങൾ വിശ്വസിച്ച്. വിശ്വസിച്ചേ. ഇനി എന്തെങ്കിലും അത്ഭുതം ഉണ്ടോടി? ഒന്ന് പറയണേ, ഒന്ന് കേൾക്കാനാ. കേട്ടിട്ട് ഇങ്ങോട്ട് കുളിയിട്ട് കോരിട്ട് കോരിത്തരിക്കാനാണ്. പറയണട്ടടി. എന്നിട്ട് എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാല്, പപ്പനാവന്റെ മണ്ണിൽ വന്ന് താത്ത അത്ഭുതം സൃഷ്ടിച്ചു. പഴവങ്ങാടി ഗണപതിയുടെ മുന്നിൽ കൂടെ വിളിഞ്ഞു പോയി താത്ത. പഴവങ്ങാടിയിലേക്ക് കേറില്ല താത്ത, വിളിഞ്ഞങ്ങോട്ട് ചുറ്റിച്ചു. പപ്പനാമൻ ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചു താത്തേനെ. താത്തേനെ ചുറ്റിച്ചു കൊണ്ടുപോയിട്ട് എവിടെ പോയി? പഴവങ്ങാടി വഴി പോയി. താത്ത വഴിയിൽ നിന്ന് നിർവൃതി അടഞ്ഞു. വഴിയിൽ നിന്ന് നിർവൃതി അടഞ്ഞു താത്ത. താത്ത കേറിയില്ല എന്നുള്ളതാണ്. എന്താണാവോ കേറാഞ്ഞത്? ഊട്ടിക്കയറണ്ടേ? അമ്പലം കാണുമ്പോൾ ഊട്ടിക്കയറണ്ടേ? പിന്നെ അടുത്തത് ഭീമാപ്പള്ളി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണ് ഭീമാപ്പള്ളി. ഭീമാപ്പള്ളിയെ പറ്റി താത്തക്കറിയാത്ത കുറേ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരണോ? ഭീമാപ്പള്ളി എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ കയറാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭീമാപ്പള്ളി കയറിയിട്ട് വീമ്പ് പറയുന്ന താത്തയുടെ നാട്ടിലെ പള്ളിയിലൊന്ന് കയറി കാണിക്കണേ. ഒന്ന് കയറി കാണിക്കണം. കോഴിക്കോട് തുടങ്ങി കൊയിലാണ്ടി വരെയുള്ള പള്ളികളിൽ താത്ത ഒന്ന് ചെല്ലണം. എന്നിട്ട് പറയണം, ഉസ്താദെ കുറച്ച് ഹൈന്ദവരാണെന്ന് പറഞ്ഞ് കുറേ സ്ത്രീകൾ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദെ എനിക്ക് പള്ളിയിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നും പറഞ്ഞ് താത്ത ഒരു വീഡിയോ അങ്ങ് ചെയ്യണം. എന്നിട്ട് താത്ത അത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് കിട്ടണം. എന്നിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് കാണിച്ച് കുരു അങ്ങോട്ട് പൊട്ടിക്കണം. കണ്ടോടീന്ന് പറയണം. ഭീമാപ്പള്ളി ചെന്ന് നിന്നും കൊണ്ട് താത്ത വീമ്പ് പറയരുത്. ഭീമാപ്പള്ളി എന്താണെന്ന് ഇവിടുത്തെ സകലമാന ജനങ്ങൾക്കും അറിയാം. പിന്നെ പോയി ഓടിക്കേറിയത് എവിടെയാ? കൊടുങ്ങല്ലൂര് നടക്ക്. കൊടുങ്ങല്ലൂർ അമ്മേനെ പറ്റിയിട്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലേ. ഹിന്ദുക്കൾക്കും ആ നടയിലേക്ക് പ്രവേശനമില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്പലത്തിന്റെ ചുറ്റും എന്ന് പറയുന്നത് ഒരു മൈതാനം പോലെയാണ്. ആ മൈതാനത്തിന്റെ പകുതിക്ക് ചുറ്റും ചെറിയൊരു അരമതിലുണ്ട്. അതിൻ്റെ അകത്തേക്ക് താത്തയ്ക്ക് എന്താണ് കാര്യം എന്നുള്ളതിൻ്റെ മറുപടി താത്ത പറയേണ്ടി വരും. അല്ലെങ്കിൽ താത്തേനെ കൊണ്ട് പറയിപ്പിക്കും. താത്ത ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഈ ഹിന്ദു ക്ഷേത്രങ്ങളൊന്നും നാഥനില്ല കളരികളായിട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളല്ല. എന്താണെന്നറിയോ, എല്ലാം ഒരു ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. ചോദിക്കാനും പറയാനും ആളുണ്ട് താത്ത. എന്തുതന്നെയായാലും അവർ നിയമപരമായിട്ട് ചോദിച്ചോളൂ. അടുത്തത് എന്താ? ശ്രീകൃഷ്ണ രാധയും കൃഷ്ണനും. അത് താത്തയ്ക്ക് അറിഞ്ഞു തുടങ്ങി. ഇനി ഞാൻ പറഞ്ഞുതരാം. താത്ത ഇഷ്ടം പോലെ അവിടെ ചെന്നിട്ട് പായ അങ്ങോട്ട് വിരിച്ച് കിടന്നോ, എന്നാലും അവർക്ക് കുഴപ്പമില്ല. അവർക്കിടെ ചില സാധനങ്ങളൊക്കെ മേടിച്ച് ചില പുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും സമ്മതം. ചില വിശേഷ ദിവസങ്ങളിൽ ഈ ടീം ഗുരുവായൂരമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാറുണ്ട്. താത്ത ഇങ്ങനെ റോട്ടിൽ കിടന്ന് തുള്ളുമ്പോൾ ഇങ്ങനത്തെ ടീമുകൾ റോട്ടിൽ വന്ന് നിൽക്കുന്നത് താത്തയും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതൊരു ട്രസ്റ്റിന് കീഴിലുള്ള ഒരു ആശ്രമമാണ്. അതൊരു ഭജന നടക്കുന്ന ഹാളാണ്. അതൊരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആശ്രമമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ആർക്കും പോകാം, ഒരു വിരോധമില്ല. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, ഭജന ചെയ്യാം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പം താത്ത ഈ ഹിന്ദുക്കളുടെ ട്രസ്റ്റിന് കീഴിലുള്ള ഏതെങ്കിലുമൊക്കെ രാധാകൃഷ്ണന്മാർക്കിടെയൊക്കെ ആശ്രമം കാണിച്ചുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. താത്തയ്ക്കാണ് വിവരമില്ലാത്തതെന്ന് താത്ത പല കുറി ആവർത്തിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവരമില്ലാത്ത താത്ത എന്ത് ചെയ്യണം? ആ സാധനം 4ആയിട്ട് മടക്കി മറ്റടുത്ത് തിരികെക്കൊണ്ട് തിരിഞ്ഞങ്ങ് നടന്നോ. നീയല്ല, നിന്റെ തന്തയില്ലേ ആ കുടുകുടുകുടുകു ഓടിച്ച് നടക്കണവൻ വന്നാലും ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല താത്തേ, പോടി. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തതിൽ തരാം നിനക്ക് നന്നായിട്ട്. അപ്പം കാണാരാ, തള്ളക്ക് സുഖല്ലേ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. പണ്ടത്തെ കഥകൾ എന്നെ കൊണ്ട് പാടിപ്പിക്കരുത് മോനെ.